ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹാവും ഹാസും ഉപയോഗിച്ച് എങ്ങനെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അതേപോലെ എങ്ങനെ നെഗറ്റീവ് സെൻസ് ഉണ്ടാക്കാം. ഇത്രയുമാണ് ഇന്നത്തെ ഡിസ്കഷൻ. ഹൗ ടു യൂസ് ഹാസ് ആൻഡ് ഹാവ് ടു മേക്ക് ക്വസ്റ്റ്യൻസ്. അതിനു മുമ്പ് ഈ വെർബിന്റെ ബേസ് ഫോം എന്താണ് എന്നൊന്നും അറിഞ്ഞിരിക്കണം. അത് ആദ്യം പറയാം. ഹാവ്, ഹാഡ്, ഹാഡ് ഇതാണ് ആ വെർബിന്റെ 3 ഫോം. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാസ് ആണെങ്കിൽ സിംഗുലർ ഫോം. ഈ വാക്ക് എന്നൊരു വെർബ് നോക്കാം. വാക്ക്, വാക്ക്ഡ്, വാക്ക്ഡ്. ഈ വാക്കിന്റെ സിംഗുലർ ഫോം എന്ന് പറയുന്നത് ഒരു എസ് കൂടെ ചേർത്താൽ വാക്സ്. അതാണ് എൻ്റെ സിംഗുലർ ഫോം. ഈ കാണുന്ന പ്ലൂറൽ അല്ലെങ്കിൽ ഈ കാണുന്ന പ്ലൂറൽ ഫോമിനെയാണ് ബേസ് ഫോം എന്ന് പറയും. അതറിഞ്ഞാലേ ഇതിന്റെ ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. ഇനി ഈ ഹാവ് സപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇവിടെയെല്ലാം ഇത് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അല്പം പ്രയാസം. ഇത് 2 രീതിയിൽ ഉപയോഗിച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കാമെന്ന് ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രത്യേകിച്ച് പറയുന്നത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. ഷീ ഹാസ് കർലി ഹെയർ. അവൾക്ക് ചുരുണ്ട മുടി ഉണ്ട്. ചുരുണ്ട മുടി ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ഹാസ് ഷീ കർലി ഹെയർ അങ്ങനെ ചോദിച്ചാൽ ചോദ്യമായി. അല്ലെങ്കിൽ ഡസ് ഷീ ഹാവ് കർലി ഹെയർ എന്നും ഇത് ചോദിക്കാം. അപ്പൊ 2 വിധത്തിൽ ചോദിക്കാം. ഒന്നുകിൽ ഈ ഹാസിനെ മുന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ ഡസ് ഇട്ടിട്ട് ഈ ഹാസിനെ മാറ്റി ഹാവ് ആക്കുക. ഡസ് ഷീ ഹാവ് കർലി ഹെയർ. ഈ 2 വിധത്തിലും ചോദ്യം ചോദിക്കാം. ഈ രണ്ടാമത്തെ രീതിയോ ഈ രീതിയോ ഏതെങ്കിലും സൗകര്യപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. നെക്സ്റ്റ്, ദേ ഹാവ് എ ഗാർഡൻ. അവർക്കൊരു ഗാർഡൻ ഉണ്ട്. ക്വസ്റ്റ്യൻ എങ്ങനെ വരും? ഹാവ് ദേ എ ഗാർഡൻ. അവർക്കൊരു ഗാർഡൻ ഉണ്ടോ? അല്ലെങ്കിൽ ഡു ദേ ഹാവ് എ ഗാർഡൻ അങ്ങനെയും ചോദിക്കാം. ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റ് ആയതാണ് ഡു ഉപയോഗിച്ചത്. സിംഗിൾ ആണെങ്കിൽ ഡസ് ഉപയോഗിക്കുക. അത് കഴിഞ്ഞ ശേഷം വരുന്ന വെർബ് എപ്പോഴും ബേസ് ഫോം ആയിരിക്കും. ഹാവ്, ഇവിടെയും ഹാവ്. ഇത്രയും ശ്രദ്ധിക്കും. ഇനി ഐ വരുന്ന ഒരു സെന്റൻസ് കൂടി നോക്കാം. ഐ ഹാവ് എ സിസ്റ്റർ. എനിക്കൊരു സിസ്റ്റർ ഉണ്ട്. ഈ ഹാവ് എടുത്ത് മാറ്റി മുന്നിലേക്ക് വെറ്റിയാൽ ഹാവ് യു എ സിസ്റ്റർ. നിങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ടോ എന്ന് ചോദ്യം വരും അല്ലേ? അങ്ങനെയല്ലേ ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ ഡു യു ഹാവ് എ സിസ്റ്റർ. നിങ്ങൾക്കൊരു സിസ്റ്റർ ഉണ്ടോ? അങ്ങനെയും ചോദിക്കാം. ഐ വരുമ്പോഴത്തേക്ക് എപ്പോഴും പ്ലൂറൽ വെർബായിരിക്കും ഉപയോഗിക്കുന്നത്. ഐ ഹാവ് എന്നേ വരും. ഐ ഹാസ് ഒന്നും ഉപയോഗിക്കില്ല. അത് തെറ്റാണ്. അപ്പൊ ഇത് ഇത്രയും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എങ്ങനെ നെഗറ്റീവ് സെൻസ് ഉണ്ടാക്കാം എന്നുകൂടെ പഠിക്കാം. ഓക്കെ, അതും ഇതേപോലെ 2 രീതിയിൽ ആവാം. ഫസ്റ്റ് സെൻസ് എടുക്കാം. ഷീ ഹാസ് കർലി ഹെയർ. അത് 2 വിധത്തിൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാം. ഒന്ന്, ഷീ ഹാസ് ഇൻ കർലി ഹെയർ. ഹാസിൻ്റെ ഒന്ന് പ്രയോഗിക്കാം. അല്ലെങ്കിൽ ഷീ ഡസൻ ഹാവ് കർലി ഹെയർ. ഈ 2 വിധത്തിലും ഉപയോഗിക്കും. മനസ്സിലായല്ലോ? നെക്സ്റ്റ്, ദേ ഹാവ് എ ഗാർഡൻ എന്നുള്ളത് എങ്ങനെയാന്ന് നോക്കാം. ദേ ഹാവ് ഇൻ എ ഗാർഡൻ എന്ന് പ്രയോഗിക്കാം. അല്ലെങ്കിൽ ദേ ഡോണ്ട് ഹാവ് എ ഗാർഡൻ എന്നും പ്രയോഗിക്കാം. ഡു നോട്ട് ആണ് ഡോണ്ട് എന്ന് പറയും. ഐ ഹാവ് എ സിസ്റ്റർ. ഐ ഹാവ് ഇൻ എ സിസ്റ്റർ. ഐ ഡോണ്ട് ഹാവ് എ സിസ്റ്റർ. ഈ 2 വിധത്തിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ശ്രദ്ധിക്കുക, ഡു അല്ലെങ്കിൽ ഡസ് കയറി വന്ന് പിന്നെ വെർബിന്റെ ബേസ് ഫോം മാത്രമേ വരൂ. ഇത്ര മാത്രമേ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളൂ. ഈ ആദ്യത്തെ ഫോം വേണ്ട, ഹാസ് ഷീ കർലി ഹെയർ, ഹാവ് ദേ എ ഗാർഡൻ, ഹാവ് യു എ സിസ്റ്റർ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് വളരെ ഈസി. എന്നാലും മറ്റതും അങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിരുന്നാൽ പ്രശ്നങ്ങളാവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാമോ, അല്ലെങ്കിൽ ഇത് ശരിയാണോ അത് ശരിയാണോ എന്നെല്ലാം എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്. Until meet again with another interesting video.